ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല രുചികരമായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമായ നല്ലൊരു സ്നാക്സ് ആയിട്ടും സ്വീറ്റ്സ് ആയിട്ടും ഒക്കെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. ഇത് ഒരുപാട് കാലം നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫില്ലിങ്സ് ഒക്കെ വെച്ചാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മൈദപ്പൊടിയാണ്. ഞാൻ 1 കപ്പ് മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഹോളിക്ക് തയ്യാറാക്കുന്ന പ്രധാനപ്പെട്ട ഒരു പലഹാരമാണ് കേട്ടോ. സ്വീറ്റ്സ് ആയിട്ടും അതുപോലെ സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും അതുപോലെ ഒരുപാട് നാൾ നമുക്ക് കേടാവാതെ സൂക്ഷിച്ച് വെക്കാനും ഒക്കെ പറ്റുന്നതാണ്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ആ നേരം കൊണ്ട് തന്നെ നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് റവയാണ് കേട്ടോ. ഒരു ചെറിയ ബൗൾ നിറയെ റവ എടുത്തിട്ടുണ്ട്. ഈ റവ നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ റവയുടെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന ആ ഒരു രീതിയിൽ വരെ നമ്മളൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ റവ കരിഞ്ഞു പോവുകയും ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവുകയും ചെയ്യും. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ റവയൊക്കെ നല്ലതുപോലെ വിട്ട് വന്നിട്ട് നല്ലൊരു മണം വരും കേട്ടോ. ആ ഒരു രീതി വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാണ്ട റവയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ആ ഒരു സമയം ഞാനതിലേക്ക് ചെറിയ ഒരു ബൗൾ നിറയെ തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. തേങ്ങ ചിരകിയതും റവയും കൂടെ ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നല്ലതുപോലെ തേങ്ങ ചൂടായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനതിലേക്ക് കിസ്മിസ്, ബദാം, കാഷ്യൂ, അതേപോലെ തന്നെ പീനട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ്. 2 ടേബിൾ സ്പൂണോളം പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കരുത് കേട്ടോ, പാല് ചേർത്ത് കൊടുക്കണം. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ പഞ്ചസാരയും റവയും എല്ലാം കൂടെ ചേർന്ന് നല്ലതുപോലെ ഈ ഒരു രീതിയിലൊരു കുഴഞ്ഞ ആ ഒരു പരുവത്തിൽ കിട്ടും. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. 1-2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. നമ്മുടെ ഈ കൂട്ടെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞു വരണം. ആ ഒരു രീതിയിൽ വേണം നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ഇതേ രീതിയിൽ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചിട്ട് പരത്തി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിയൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി എടുത്താൽ മാത്രം മതി. ഒരുപാട് കനം കൂടി പോകരുത്, അതുപോലെ കനം കുറഞ്ഞും പോകരുത്. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. ഈ ഒരു രീതിയിൽ ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഫില്ലിങ്സ് ഒക്കെ നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം. എന്നിട്ട് ഒരു സൈഡ് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എൻഡ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. കയ്യിലേക്ക് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇത് സീലാവണം, ഇല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോഴേ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നല്ലൊരു ഡിസൈൻ കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സൈഡും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ സീലായി കിട്ടുകയും ചെയ്യും. നല്ലൊരു ഡിസൈനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതേ രീതിയിൽ
ഇനി നമ്മൾ ഇതുപോലല്ലാതെ മോൾഡ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ദാണ്ട ഈ ഒരു മോൾഡാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും ഇതുപോലൊരു മോൾഡ്. ഇതിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒരു ചെറുതും കൂടി ഉണ്ട്. ആദ്യം കാണിച്ചതിനേക്കാട്ടിൽ കുറച്ച് ചെറുതാണത് കേട്ടോ. നമുക്കിതിൽ ഏതിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പം കൂടുതലും ഇത് മോൾഡിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് ദാണ്ട ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മോൾഡ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇതിനുള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ മോൾഡിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇതിലേക്ക് വെള്ളമൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ സീലായിട്ട് കിട്ടും. ബാക്കിയുള്ള മാവ് ദാ ഇതേപോലെ ഒന്ന് മാറ്റിയാൽ മതി കേട്ടോ. ഇതിൻ്റെ അടിവശമൊക്കെ ദാ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് തുറന്നെടുക്കാം. ദാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് ഈ മോൾഡിൽ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ എണ്ണയൊന്നും തടവി കൊടുത്തിട്ടില്ല. ഈ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ കൂടുതലും ഈ മോൾഡിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ഇത്രയും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണ ഒരു മീഡിയം ലെവലിൽ മാത്രമേ ചൂടാകാവൂ. ഒരുപാട് ചൂടാകാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുമ്പോൾ തന്നെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരികയും അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ ചൂടാകുമ്പോൾ മാത്രം നമ്മളിത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ ഇതിൻ്റെ മുകൾ വശമൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരികയും അകം വേവാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് പതുക്കെ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉടനെ ഒന്നും നമ്മളിത് തിരിച്ചിടാൻ നോക്കരുത് കേട്ടോ. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ഇതേപോലെ നല്ല നല്ല ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഷുഗർ സിറപ്പ് തയ്യാറാക്കുമ്പോൾ ഒരു 1 സ്ട്രിങ് പരുവത്തിൽ വേണം നമ്മൾ തയ്യാറാക്കാൻ. അതിലേക്ക് നമ്മൾ ഇത് കോരി എടുത്തിട്ട് ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റുകയും ചെയ്യണം കേട്ടോ. അങ്ങനെ വേണം നമ്മൾ റെഡിയാക്കാൻ. പക്ഷെ ഞാനിപ്പം ഷുഗർ സിറപ്പിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നില്ല. ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കാതെ നമുക്കിത് ചെയ്യാവുന്നതാണ്. കോരി എടുത്ത ശേഷം ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഷുഗർ സിറപ്പിന് പകരമായിട്ട് ഞാനിതിൻ്റെ മുകളിലേക്ക് പൊടിച്ച പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് കോരി വെച്ച് അതേ ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പഞ്ചസാര സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. പഞ്ചസാര സ്പ്രെഡ് ചെയ്യാതെ നമുക്കിത് ചെയ്യാവുന്നതാണ്. അകത്തൊക്കെ നല്ലതുപോലെ നമ്മൾ മധുരം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇതാ ഇത് നമുക്കൊന്ന് അകമൊക്കെ ഒന്ന് എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം. ഉള്ളൊക്കെ ഇതാ കണ്ടില്ലേ, നമ്മുടെ ആ ഫില്ലിങ്സ് ഒക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.